കാറ് ശേഖരന്റെ വീട്ടിലാണല്ലോ. എന്തേ സൂറ? ജാനകിയുടെ അമ്മ എന്താണാവോ? വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് വന്നതാ. എന്റെ മോള് എന്തും പകരം കൊടുക്കാം. എന്റെ പ്രാണം വേണമെങ്കിൽ അതും. കാർത്തികേയനോട് പറയണം. ഇവിടുന്ന് പറഞ്ഞാലേ അവൻ കേൾക്കും. അയാള് എല്ലാവരും പറയുന്നു കാർത്തികേയൻ അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന്. കല്യാണം ഉറപ്പിച്ച കുട്ടിയാ. അതിനി 10 ദിവസം തികച്ചില്ല. അനുമതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വന്ന് എന്റെ സങ്കടം പറയായിരുന്നു. ഞാനും മോളും പാവങ്ങളാ. മറ്റുള്ളവർ ചെയ്യുന്ന ദുഷ്ടതയ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയണം കാർത്തികേയനോട്. കാല് പിടിക്കാ ഞാൻ. പൊയ്ക്കോളൂ. കാർത്തികേയനാണ് അതിന് ഉത്തരവാദിയെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ പോയിക്കോളി. നാട്ടില് മുഴുവൻ സംസാരം കാർത്തികേയൻ തന്നെയാണെന്നാ. പോക്കിരി ചെക്കനെ എനിക്കൊന്ന് കാണണം. ആദ്യം എന്റെ മകൾ എവിടെയുണ്ടെന്ന് പറ. എനിക്ക് അവളെ കാണണം. എന്നിട്ട് മതി എന്തും. ദാണ്ട ഇയാള് പിന്നെ ഇത് തന്നെ പാടിക്കൊണ്ടിരുന്നത് എങ്ങനെയാ ശിവദാസ? നമ്പ്യാരെ നിങ്ങൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല. മോളെ കെട്ടാൻ പോകുന്ന IPS കാരനും കീഴാഫീസർമാരും ഇതിപ്പോ നാളെ കുറച്ചായാലും അന്വേഷണം തുടങ്ങിയിട്ട് എന്തായി? കിട്ടില്ല, പൊടി പോലും കിട്ടില്ല. മറ്റൊന്നും കാട്ടി മുണ്ടക്കൽ ശേഖരനെ പേടിപ്പിക്കാൻ കഴിയില്ല എന്ന് അവൻ അറിയാം. അതെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഒരു പണി തന്നത്. മംഗലശ്ശേരി പറമ്പ് തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ, ഇനി എന്തിനാ? വാക്ക് പോരാ, അത് കാർത്തികേയന്റെ പേർക്ക് എഴുതിയന്റെ പേപ്പർ കാണിക്കണം. വെറുതെ ഓസിനല്ല, ലേലത്തിൽ നമ്പ്യാർ എത്ര രൂപയ്ക്ക് പിടിച്ചോ അതങ്ങ് മേടിക്കാം. ലാഭം വേണമെങ്കിൽ അതും തരും. എന്റെ പട്ടി വരും ലാഭം വാങ്ങാൻ. അല്ല, അത് സൗകര്യം പോലെ ആരെ വേണേലും പറഞ്ഞേക്ക്. പട്ടി ഫ്രീ അല്ലെങ്കിൽ അനുദ്രവം ചെറുക്കനായാലും മതി. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ തീർച്ച അറിയാനാ. കുട്ടിയുടെ തള്ള എന്ന് പരാതി ബോധിപ്പിച്ചത് കേട്ടില്ലേ കേന്ദ്രത്തിന്റെ മുന്നില്? അതിന്റെയാ പെട്ടെന്ന് ഈ കോംപ്രമൈസ് മീറ്റിംഗ്. ഈ ചാൻസ് കളയട്ടാ. ഇതുവരെ പിടിച്ചു നിന്നപോലല്ല. കല്യാണ തീയതി അടുത്തു. നാറും നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നില് നാറി നാണം കെടും. നമ്പ്യാരെ ഒരു തീരുമാനം പറഞ്ഞിട്ട് പോ. രാജേന്ദ്രനോ ശ്രീനിവാസനോ അവരൊന്നും അറിയരുത് ഞാൻ തോറ്റു തന്നു. ചെന്നുപോയി പറ ആ നായിന്റെ മോനോട് ശേഖരൻ സമ്മതം പറഞ്ഞു. മുദ്രപത്രം എഴുതി അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാം. ഇതെന്റെ മോൾക്ക് വേണ്ടി. അങ്ങനെ സമാധാനിച്ചോളാം ഞാൻ. ഗുരുസ്വാമി, എന്റെ അമ്മ റെഡിയാ? അമ്മ റെഡി ആനാ? ആനപ്പുറത്ത് കയറണം. അല്ല തലൈവ, അമ്മ റെഡി. പക്ഷെ ഇങ്ങ എല്ലാവരും ரொம்ப ഡെസ്പ്. അമ്മാവ് പറഞ്ഞയക്കാൻ മടി. ഞാനും വലിയ സങ്കടത്തിലാടോ. പറഞ്ഞയക്കാൻ എനിക്കും മടിയാ. തലൈവ, അന്റെ അമ്മാവ് നീങ്ങളെ കല്യാണം ചെയ്ത് തലൈവ. അതാ ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. யார வேணாலும் கல்யாணம் பண்ணலாம், அது ஈஸ்வர நிச்சயம். പക്ഷേ யாரா இருந்தாலும் ഒരുമിച്ച് ഇവിടെ വരണം ഒരു നാൾ. അവൾ വരുവാളാ എന്നോടഞ്ചു പോന നെഞ്ച ഒട്ട വെക്ക അവൾ വരുവാളാ. ജാനകി റെഡി? എന്താ റിലീസ് കിട്ടിയതിന്റെ നന്ദി പ്രാർത്ഥനയാണോ? ഇത് കുമുദത്തിന് വേണ്ടിയാ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കുമെന്നാണ് ഒരു മെത്ത്. അവൾക്ക് പാവം നല്ല വിഷമമുണ്ട്. പ്രായം കൂടുതലേ. തടിയും
തടിയും കുറച്ച് ഓവറാ. പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊടു. ആ പാവം ഗൗണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ് നീണ്ടു പോകുന്ന സഹോദരിയുടെ വിവാഹം. ഞാനും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫലം ഉണ്ടായെന്നറിഞ്ഞാ ഞാൻ തന്നെ അറിയിക്കാം. ഇല്ല, വളരെ ലേറ്റായി ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ. വളരെ വളരെ ലേറ്റ്. പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും. ആരോട്? കുമുദത്തിനോട്. അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. വാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തിറക്കുന്ന പബ്ലിഷർ പോലും പൊറുക്കില്ല അവളോട്. ഇതിഹാസമാണേ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. സ്ത്രീജിതനല്ലാത്ത ശ്രീജിതനായ രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത്. ആരാധിക്കാൻ, പൂജിക്കാൻ ഒരു വിഗ്രഹം പോലും. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻസ് കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല. തല്ലുകൊള്ളും, അതാവും. പക്ഷെ ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? കച്ചവടത്തിന്റെ നേരും നെറിയും. വാക്ക് പറഞ്ഞുപോയി നിന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന്. അതെ, വാക്ക് പാലിക്കണം. ശ്രീനിവാസൻ നമ്പ്യാരോടും വാക്ക് പറഞ്ഞുപോയി. നമുക്ക് വീണ്ടും ജനിക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തിൽ ഒരു പാട്ടുണ്ട്, നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. ആലൈന, ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന്. എടാ IPS കാരൻ മോഡേൺ രാമ, മോനെ, നിനക്ക് ഈ ലോകത്ത് വേറെ എത്ര വെമ്പിളാരെ കിട്ടൂടാ കോപ്പെ? ഇന്ദ്രനീല ശോഭയാർന്ന ആകാശവീഥിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഞാൻ ഈ അമ്പോറ്റി കൊച്ചിനെയും കൊണ്ട് പറന്നേനെ. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കൂ ശ്രീനി. ഒരുപാട് എനിക്ക് മനസ്സിലാവുന്നു ജാനകി. കാർത്തികേയൻ, നിന്റെ ലൈഫിലെ ആദ്യത്തെ ഒബ്സഷൻ, നിന്റെ ടീനേജിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞും നീ മനസ്സിൽ കൊണ്ടു നടന്ന ഡീപ് പാഷൻ. മുഖം കൂട്ടി ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ ഞാൻ തയ്യാറാണ്. ബട്ട് നിന്നെ അവൻ കിഡ്നാപ്പ് ചെയ്തു. ഏതോ തമിഴ് വില്ലേജിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ദിവസങ്ങൾ. I told you, അതൊരു വീടായിരുന്നു. So what? എന്നിട്ട് അവൻ നിന്റെ അച്ഛനോട് വിലപേശി. ഞാൻ അറിയാതെ നിന്റെ അച്ഛൻ കോംപ്രമൈസ് ചെയ്തു. ഭംഗിയായ ആ ബിസിനസ് അവസാനിപ്പിച്ചു. ഞാനാണ് വിഡ്ഢിയായത്. നിന്റെ ഭർത്താവുദ്യോഗവും കാത്തിരിക്കുന്ന ഒരു കിഴങ്ങനല്ല ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്റെ ഡ്യൂട്ടിയാണ് അവനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനോട് നീ കോപ്പറേറ്റ് ചെയ്യണം. അത് മാത്രമാണ് എന്റെ ഡിമാൻഡ്. അത് മാത്രം. എനിക്കറിയാം ശ്രീനി പറയുന്നത് ശരിയാണെന്ന്. പക്ഷേ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എല്ലാം ഇതോടെ അവസാനിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ അവിടെ മറ്റൊന്നും ഉണ്ടാവില്ല. ഐ സ്വെയർ. സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ആഗ്രഹിച്ച് പറയാൻ ഞാൻ. വേണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. നിന്നെ അവൻ തൊട്ടിട്ടില്ല എന്ന് പറ, ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീ എന്തിനാ അവനെ ഭയക്കുന്നത്? നിന്റെ ഒരു കംപ്ലൈന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ്, അത് മതി. ഒരിക്കൽ തീർക്കാൻ ബാക്കി വെച്ചതെല്ലാം കൂടി എനിക്ക് അവന് കൊടുക്കാൻ ഇതൊരു അവസരമാണ്. തീരില്ല ശ്രീനി. അറിയില്ല ശ്രീനിക്ക് അയാളെ. അത് ഞാൻ അഗ്രി ചെയ്യാം. നിന്റെ അത്ര എനിക്കറിയില്ല.
പക്ഷെ നാളെ എനിക്കറിയാത്ത ചിലതെല്ലാം അവൻ പറഞ്ഞു നടന്നാൽ? ഞാനൊരു പുരുഷനാണ്, ചിലപ്പോഴൊക്കെ ഒരു റിയൽ മെയിൽ ഷോവനിസ്റ്റ്. ശ്രീനി പറയാതെ തന്നെ എനിക്ക് ഊഹിക്കാം യുവർ ഡൗട്ട്സ്. പക്ഷേ നെവർ കാർത്തികേയൻ. എന്ത് ഷുവർട്ടി ഉണ്ട് തരാൻ? ഒരു ചാരിത്ര സർട്ടിഫിക്കറ്റ്. നീ ഈ നിമിഷവും കന്യകയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ഒരു തെളിവ് വേണ്ട. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് വേണ്ടത് അവനെയാണ്. ശ്രീനിവാസൻ എന്റെ വാക്കുകളെ ഒരു സൗജന്യം തരും പോലെ വിശ്വസിക്കാൻ മെനക്കെടണ്ട. അത്രയേ പറ്റുള്ളൂ. ചുമ്മാ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. ബുദ്ധിമുട്ടുണ്ട. വളരെ ഈസിയായ വേറൊരു വഴിയുണ്ട്. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് തീർച്ചപ്പെടുത്തിയ വിവാഹം നമുക്ക് 2 വാക്കുകൾ കൊണ്ട് പൊളിക്കാം. ഗുഡ് ബൈ. ഞാൻ അത് മീൻ ചെയ്തിട്ടില്ല. നീ എന്തിനാ അവന് വേണ്ടി വാദിക്കുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കത് ഇനിയും വിശദീകരിക്കാൻ മനസ്സില്ല. Then get lost.